89.6 FM Sargakshetra. SK Junction. Good morning, welcome to SK Junction, only on Sargakshetra 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം നമ്മളങ്ങനെ പതിവ് പോലെ SK ജംഗ്ഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ആൻഡ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാവർക്കും ഇന്ന് പറയാനായിട്ട് പോകുന്ന കാര്യമായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും ഞാൻ അധികം സർപ്രൈസ് ഇടുന്നില്ല. എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടറെ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്താണ്. മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? സുഖമായിരിക്കുന്നു. സോ ഡോക്ടർ, നമ്മൾ ഇന്നത്തെ സർപ്രൈസ് പൊളിക്കാൻ പോവുകയാണ്. ഇന്ന് എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളത് ആക്ച്വലി ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ്. ശരിക്കും ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൽ മാത്രം ഉണ്ടാവുകയല്ല മാറ്റങ്ങൾ, പാർട്ട്ണറിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ഹോൾ കുടുംബം തന്നെ ആ ഒരു കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട് അല്ലേ. മൊത്തത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ടൈം വരാൻ പോകുന്ന വലിയ ആൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വലിയ സമയമുണ്ട്. സോ എന്താണ് ശരിക്കും പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് മീൻസ് ഒരു ഹസ്ബൻഡും വൈഫും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് അവർ എടുക്കേണ്ട ഒരു കൗൺസിലിംഗ് ആൻഡ് ഇവാലുവേഷനെയാണ് നമ്മൾ പ്രീ പ്രഗ്നൻസി അഥവാ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ആക്ച്വലി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ ഒരു പ്രോസസ്സിന്റെ ശരിക്കുള്ള ഒരു ഉദ്ദേശം എന്താണ്? ആക്ച്വലി എല്ലാ പ്രഗ്നൻസിയും പ്ലാൻഡ് പ്രഗ്നൻസി ആകണം എന്നാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും, ഇത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഇതൊരു ഹൈപ്പല്ലേ, പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കുറവായിരുന്നു. മാത്രമല്ല കല്യാണത്തിൻ്റെ ഏജ് മിക്കവാറും ഏർലി 20s കല്യാണം. സോ പ്രഗ്നൻസി അഥവാ ഏർലി 20s അല്ലെങ്കിൽ ലേറ്റ് 20s അവരുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒത്തിരി കാര്യങ്ങൾ മാറി. കല്യാണം കഴിക്കുന്നത് തന്നെ മേ ബി ലേറ്റ് 20s 30s പ്രഗ്നൻസി ചിലപ്പോൾ അവർ 30 കഴിഞ്ഞായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കപ്പിൾസിന് ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വളരെ ആവശ്യമാണ്. സോ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് പതുക്കെ അറിയാം അല്ലേ ഡോക്ടർ? ഓക്കെ. സോ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. 89.6 FM Sargakshetra. SK Junction. SK ജംഗ്ഷനിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ന്യൂ ജനറേഷൻ കപ്പിൾസ് എത്രമാത്രം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി പ്രത്യേകമായിട്ടും ഒരുങ്ങണം എന്നുള്ളതിനെ പറ്റി തന്നെയാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. ഡോക്ടർ ഏകദേശം 5 വർഷത്തോളമായിട്ട് നമ്മുടെ മിറ്റേര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എന്തായാലും നമ്മൾ കൂടുതൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുറച്ച് മുൻപ് നമ്മൾ എന്താണ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നുള്ളത് സംസാരിച്ചു. ഒപ്പം തന്നെ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളതും സംസാരിച്ചു. ഗർഭധാരണത്തിന് മുൻപേ തന്നെ ഒരു ഡോക്ടറെ നമ്മൾ കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ലൈഫിൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ അവർ കുറേ ട്രാവൽ വ്ളോഗ്സ് കാണുന്നു, വളരെയധികം പ്ലാൻ ചെയ്ത്. ലൈഫിൽ ഒരു ബേബി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ഒരു മേജർ ഈവൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്ലാനിങ്ങിന് മുമ്പായിട്ട് ഒന്ന് ഡോക്ടറെ കണ്ട് ഒരു പ്രീ കൺസെപ്ഷനിലായിട്ട് ഒരു കൗൺസിലിങ്ങും ഇവാലുവേഷനും കുറച്ച് ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട്. സോ ഇതിനകത്ത് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ അവരെ കണ്ട് അവരുടെ ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുന്നു, അവരെ എക്സാമിൻ ചെയ്യുന്നു, അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും സ്കാനും ചെയ്യുന്നു. പിന്നെയാണ് കൗൺസിലിംഗ് പാർട്ട്, അതായത് അവർക്ക് അതിന് മുമ്പ് അവർ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ എന്താണ് എന്ന് അവർക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതാണ്. 3 കാര്യങ്ങൾ എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊന്ന് തരാമോ? 3 ഘടകങ്ങളിൽ ആദ്യത്തേത് ഒരു പ്രോപ്പർ ഹിസ്റ്ററി ടേക്കിംഗ് ആണ്. ഇപ്പം നമ്മൾ ഹസ്ബൻഡിനെയും വൈഫിനെയും കാണുമ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു. ലൈക്ക് ഇപ്പം ഫീമെയിലിനാണെങ്കിൽ അവരുടെ ഏജ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇവരുടെ പീരീഡ്സ് റെഗുലർ ആണോ, ഇവർക്ക് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് പീരീഡ്സ് സമയത്ത് എക്സസീവ് ബ്ലീഡിങ്ങോ അസഹനീയമായ വയറുവേദനയോ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഇവർക്ക് പ്രഗ്നൻസി ആവാൻ ട്രൈ ചെയ്യേണ്ട ദിവസങ്ങൾ, അതായത് ഫെർട്ടിലിറ്റി പീരീഡിനെ പറ്റി ഇവർക്ക് അവയർനെസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ആ കപ്പിളിന് അങ്ങനെ ഒരു അവയർനെസ് ഇല്ല എങ്കിൽ നമ്മൾ അവർക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പീരീഡ്സിൻ്റെ യൂഷ്വലി ഒരു 11th ഡേ മുതലാണ് നമ്മുടെ ഫെർട്ടൈൽ പീരീഡ്, അതായത് പ്രഗ്നൻസി ആവാൻ സാധ്യതയുള്ള സമയം. സോ ആ 11th ഡേ മുതൽ 16th ഡേ വരെയുള്ള
എന്നുള്ള ടൈമാണ് അവരുടെ ഫെർട്ടൈൽ പീരീഡ്. ആ സമയത്താണ് അവർ യഥാർത്ഥത്തിൽ സെക്ഷൽ കോൺടാക്ട്, പ്രഗ്നൻസി ആകാൻ വേണ്ടിയുള്ള കോൺടാക്ട് ആ സമയത്താണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ പലതരം ആപ്പുകളുണ്ട് നമുക്ക് ആ ഫെർട്ടിലിറ്റി പീരീഡ് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊരു ആപ്പ് അവർ ഡൗൺലോഡ് ചെയ്യുക, അവരുടെ ലാസ്റ്റ് 3 മാസത്തിലെ പീരീഡ്സിൻ്റെ ഡേറ്റുകൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അടുത്ത മാസത്തെ അവരുടെ ഫെർട്ടിലിറ്റി പീരീഡ് ആ ആപ്പിൽ കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സിമിലർലി മെയിലിനോടും അവരുടെ ഏജ്, അവർക്ക് എന്തെങ്കിലും സെക്ഷൽ കോൺടാക്റ്റിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ലൈക്ക് ഇപ്പോൾ ഇറക്ഷനോ ഇജാക്കുലേഷനോ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ. പിന്നെ മെയിൽസിന് എസ്പെഷ്യലി ഇവർക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ, ഇപ്പോൾ ഒക്കേഷണലി ആണെങ്കിൽ പോലും സ്മോക്കിംഗ് ഉണ്ടോ, ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്. സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ റുട്ടീൻലി വേണ്ട, പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ അഡിക്ഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു സെമൻ അനാലിസിസും കൂടെ മെയിലിന് ചെയ്യിക്കും. ഫീമെയിൽ ഇപ്പോൾ ഹിസ്റ്ററിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരെയും നമ്മൾ ആവശ്യമായിട്ടുള്ള എക്സാമിനേഷൻ, ദെൻ ഒരു മിനിമൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഫീമെയിലിനാണെങ്കിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ വേണം. ലൈക്ക് ഇവർക്ക് ഇപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ, ആ മരുന്നുകൾ പ്രഗ്നൻസിക്ക് കഴിക്കുമ്പോൾ അത് സേഫ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സിലേക്ക് മാറ്റണം. അതല്ല ഇപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഇവർക്ക് ഇപ്പോൾ തൈറോയിഡോ അല്ലെങ്കിൽ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഫീമെയിലിന് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. പ്ലസ് ഒരു വജൈനൽ സ്കാൻ ചെയ്യും, അവരുടെ യൂട്രസ് ഓവറീസ് ഒക്കെ ഒന്ന് നോക്കാൻ. ലൈക്ക് അവർക്ക് നേരത്തെ ഒരു ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഒവേറിയൻ സിസ്റ്റോ ഒന്നും ഇല്ല, എല്ലാം ഹെൽത്തി ആണെന്ന് ഉറപ്പാക്കാൻ ഒരു സ്കാനിങ് കൂടെ ചെയ്യും. മെയിൽസിൻ്റെ ഞാൻ പറഞ്ഞു ടെസ്റ്റുകളിൽ മെയിനായിട്ട് പറയേണ്ട ചില സാഹചര്യങ്ങൾ നമ്മൾ സെമൻ അനാലിസിസ് കൂടെ ചെയ്യിക്കാറുണ്ട്. ദെൻ തേർഡ് പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദറ്റ് കൗൺസിലിംഗ് പാർട്ട്. അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് അവർ മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ആ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവണം. സോ അതിന് വേണ്ടി അവരെ കൗൺസിൽ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതുമാത്രമല്ല അവർക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. നല്ല എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഒരു ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ ആ പ്രീ കൺസെപ്ഷണൽ പീരീഡിലേക്ക് അവർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ 3 സ്റ്റെപ്സും ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇനിയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് SK ജംഗ്ഷനിലൂടെ തന്നെ. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്രയിലൂടെ നമ്മൾ SK ജംഗ്ഷനിലൂടെയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ഇന്ന് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റിയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് ഈ ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്പുകളെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചു. ആൻഡ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഡെലിവറി ടൈമിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എല്ലാം. സോ ഇനി നമുക്കറിയാൻ താല്പര്യമുള്ളത്, ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് കപ്പിളിനാണ്? ആക്ച്വലി ഓൾ കപ്പിൾസ് നീഡ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. അതാണ് ശരിക്കും യൂണിവേഴ്സലി വേണം എന്നാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പം ഏറ്റവും ആവശ്യം ആർക്കാണെന്ന് ചോദിച്ചാൽ കുറച്ചൊരു ലേറ്റ് ഏജ് ഓഫ് മാരേജ്, മേ ബി ഒരു ഏർലി 30s അവരുടെ കല്യാണം കഴിച്ചത്. ഓക്കെ, ഹസ്ബൻഡ് വൈഫിൻ്റെ ഏജ് കുറച്ച് കൂടുതലാണെങ്കിൽ അവർക്ക് ഇത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവർ, ഇപ്പം ഹസ്ബൻഡോ വൈഫോ രണ്ടുപേർക്കും ഡയബറ്റീസോ തൈറോയിഡോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെ പറയത്തക്ക എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ എപ്പിലെപ്സി, ഫിറ്റ്സിൻ്റെ അസുഖമുള്ളവർ, അതിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ പല മരുന്നുകളും ആ പ്രഗ്നൻസിക്ക് സേഫ് ആയിരിക്കില്ല. അപ്പോൾ രണ്ടുപേർക്കും കപ്പിൾസിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, അതിന് മരുന്നുകൾ എടുക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വേണം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് അനോമലീസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനോമലിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഇത് ഫെമിലിയലായിട്ടുള്ളതാണോ അതോ അല്ലാതെ സംഭവിച്ചതാണോ, ഇവർക്ക് അതിന് വേണ്ടി എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എസെൻഷ്യലാണ്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് ഓൾ കപ്പിൾ ഷുഡ് ഹാവ് എ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. നമ്മൾ ആക്ച്വലി കുറച്ച് മുൻപ് കുറച്ച് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞു, എങ്കിലും ഗർഭധാരണത്തിന് മുൻപ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമുക്ക് ആ ഫീമെയിൽ ഹെൽത്തി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ബേസിക്കലി അറിയേണ്ട കാര്യം, ഇവർ ഓൾറെഡി അനീമിക് അല്ല, അപ്പോൾ നമുക്ക് അതിനൊരു ഹീമോഗ്ലോബിൻ അറിയണം. ഇവരുടെ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നേരത്തെ കുറവായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. സോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അറിയണം. അതുകൊണ്ടാണ് ഒരു ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ മിനിമൽ
കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. ബിക്കോസ് ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പ് ബോത്ത് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് ഫംഗ്ഷനിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയബറ്റീസ്. ബിക്കോസ് ഇപ്പോൾ ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് ഇവർ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഷുഗേഴ്സ് കൺട്രോൾഡ് ആയിട്ട് വേണം അവർ പ്രഗ്നൻസി ആവാനായിട്ട്. സോ ബേസിക്കലി അവരുടെ ഒരു എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് യൂഷ്വലി നോക്കുന്നത്. ഞാൻ ക്രിസ്പാക്കി പറഞ്ഞാൽ ഒരു ബ്ലഡ് കൗണ്ട് നോക്കും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അവരുടെ തൈറോയിഡ് ഫംഗ്ഷൻ നോക്കും, പിന്നെ ഷുഗർ സ്റ്റാറ്റസ് നോക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ വരുന്ന ചില ഇൻഫെക്ഷൻസ് ലൈക്ക് റുബല്ല, ചിക്കൻ പോക്സ് ഒക്കെ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഡെഫിനറ്റ്ലി ബാധിക്കാവുന്ന ഇതാണ്. അപ്പോൾ അതിന് വേണ്ടി അവർ ഓൾറെഡി ഇമ്മ്യൂൺ ആണോ, നമ്മളിപ്പം അതിന് മുമ്പ് വാക്സിൻ എടുത്തിട്ടുണ്ട്, അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നറിയാൻ അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഓപ്ഷനിലാണ്, കമ്പൽസറി അല്ല. അത് നമ്മൾ യൂഷ്വലി ഓഫർ ചെയ്യാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ഇനിയും കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി അറിയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം നമുക്ക് തിരിച്ചെത്താം SK ജംഗ്ഷനിലേക്ക്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കൂടെയുള്ളത് അന്നയും. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റി കാര്യമായിട്ട് സംസാരിക്കാനും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. ഡോക്ടർ, നമുക്കറിയാം സ്ത്രീകൾ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ സെക്കൻഡിലും അവരുടെ ബോഡീസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏജിലൊക്കെ വലിയ വ്യത്യാസം വരുന്ന സമയത്ത് അത് പ്രഗ്നൻസിയെയും ചിലപ്പോൾ ബാധിക്കാം അല്ലേ? മദറിൻ്റെ ഏജ് ഒരു ഗർഭധാരണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഓവറിയിലുള്ള അണ്ടങ്ങൾ അഥവാ ഫോളിക്കിൾസിൻ്റെ എണ്ണം ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് പീരീഡ് ആവുന്ന കാലം മുതൽ ഓരോ മാസവും ആ ഫോളിക്കിൾ വലുതായാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഏജ് കൂടുന്ന അനുസരിച്ച് ഈ ഫോളിക്കിളിൻ്റെ എണ്ണം കുറയും. ദാറ്റ് ഇസ് കോൾഡ് ഒവേറിയൻ ഏജിങ്. ഇത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർ ദാൻ 30 years ആകുമ്പോഴാണ്. പക്ഷേ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ ഈവൻ 20s വരുന്ന കുട്ടികളിൽ പോലും നമ്മൾ ഈ ഒവേറിയൻ റിസർവ് അസസ് ചെയ്യുമ്പം അവരുടെ ഫോളിക്കിൾ കൗണ്ട് അല്ലെങ്കിൽ റിസർവ് കുറവാണെന്ന് കാണുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലികൾ കൊണ്ട്, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുമാണ്. സോ മദറിൻ്റെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും വിച്ച് ഇസ് ഐഡിയൽ ഏജ് ഫോർ ബിക്കമിങ് പ്രഗ്നൻറ്റ് എന്ന് ചോദിച്ചാൽ ശരിക്കും ബിറ്റ്വീൻ 20 and 30. 20s ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടൈം. ബിക്കോസ് മോർ ദാൻ 30 ആ ഓവറിയിലുള്ള അണ്ടകൂപങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങുകയാണ്. ഒവേറിയൻ ഏജിങ് സ്റ്റാർട്ട്സ്. മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലതും നമുക്കിപ്പോൾ 30 തന്നെ തുടങ്ങുകയാണ്. സോ ഐഡിയൽ ടൈം ഇസ് ബിറ്റ്വീൻ 20 and 30. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലരും കല്യാണം കഴിക്കുന്നത് തന്നെ ലേറ്റ് 20s അല്ലെങ്കിൽ 30s ആവും. സോ അതുകൊണ്ട് പ്രഗ്നൻസി ആവാൻ പ്രയാസമുണ്ടെന്നല്ല അർത്ഥം. ഐഡിയൽ ടൈം ഇതാണ്. സോ നമുക്കൊരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിന് വന്നാൽ നമുക്കിതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അവരെന്തൊക്കെ പ്രിപ്പറേഷൻ വേണം എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ ഏജിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് PCOS, തൈറോയിഡ് പോലുള്ള ഇഷ്യൂസ്. ശരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ? ഒരു സ്ത്രീ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്, മീൻസ് റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് തൈറോയിഡും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമും. ഒരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് തൈറോയിഡ് ടോക്സിക്കോസിസ് ആണോ അഥവാ താഴോട്ട് കുറവാണോ, ഹൈപ്പോ തൈറോയിഡ് ആണോ. രണ്ട് കണ്ടീഷനും ഒരു പ്രഗ്നൻസിയെ അഡ്വേഴ്സ്ലി ബാധിക്കാം. സോ നമ്മളൊരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ തൈറോയിഡ് സ്റ്റാറ്റസ് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ആണോ, അത് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ നോക്കി അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ ദ തൈറോയിഡ് സ്റ്റാറ്റസ് ഷുഡ് ബി നോർമൽ ബിഫോർ ട്രൈയിങ് എ പ്രഗ്നൻസി. ഓക്കെ, അതുപോലെയുള്ളതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമും. ആ പേര് തന്നെയുണ്ട്, ഇറ്റ് ഇസ് എ സിൻഡ്രോം. അപ്പോൾ അതിനകത്ത് ഒരു സ്പെക്ട്രം ഓഫ് കാര്യങ്ങളായിരിക്കും ഫീമെയിലിനുള്ളത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ളവർക്ക് അവരുടെ സൈക്കിൾസ് ഇറഗുലർ ആയിരിക്കും, അവർക്ക് പീരീഡ്സ് റിലേറ്റഡ് പല കംപ്ലയിൻസും ഉണ്ടാവും. ചിലപ്പോൾ അതിനായിരിക്കും അവർ നമ്മളെ കാണാൻ വരുന്നത്. സോ അവർക്ക് പ്രീ കൺസെപ്ഷനലി ചെയ്യേണ്ടത് അവരുടെ സൈക്കിൾസ് ഒന്ന് റെഗുലറൈസ് ആക്കണം. സോ സൈക്കിൾ റെഗുലറൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് വെയിറ്റ് റിഡക്ഷൻ എക്സസൈസ് വേണം. സോ PCOSന്റെ പ്രീ കൺസെപ്ഷണൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അവർക്കൊരു 3 months എങ്കിലും പ്രിപ്പറേറ്ററി ഫേസ് വേണം. വിത്ത് എങ്ങനെയൊക്കെ എക്സസൈസ് വേണം, നല്ല ഡയറ്റ് കൺട്രോൾ വേണം, വെയിറ്റ് റിഡക്ഷൻ വേണം. അങ്ങനെ ഒരു 3 months അവർ നന്നായിട്ട് ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ അവരുടെ സൈക്കിൾ സ്പോണ്ടേനിയസ്ലി റെഗുലറായി വരാൻ തുടങ്ങും. എന്നിട്ട് വേണം അവർക്കൊരു പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട്. സോ PCOSനും തൈറോയിഡിനും ഡെഫിനറ്റ്ലി പ്രീ കൺസെപ്ഷണൽ ഇവാലുവേഷൻ വേണ്ടതാണ്. വളരെ പ്രധാനമായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു 10 പെൺകുട്ടികളിൽ
ഏകദേശം ഒരു 5 പെൺകുട്ടികൾക്ക് PCOS ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് തിരികെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി തന്നെയാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേൾക്കുന്നതും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. സോ ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് ഡോക്ടർ രശ്മി രാജേന്ദ്രൻ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ മിറ്റേര. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM നമ്മൾ SK ജംഗ്ഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയൊരു മാറ്റമാണ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ നേരിടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മുൻപായിട്ട് ഒരു പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ആക്ച്വലി പറഞ്ഞു. PCOSന്റെ കാര്യം പറഞ്ഞു, തൈറോയിഡിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ മറ്റൊരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇപ്പോൾ മിസ്കാരേജ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ടെൻഷനിലായിരിക്കും മിസ്കാരേജ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു അമ്മ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ അഡ്വൈസ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിലൂടെ ആ ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? ഒരു ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കപ്പിൾസ് ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ പലരും അതിന് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ബേസിക്കലി നേരത്തെ പറഞ്ഞ അതേ ഘടകങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററിയും ഒരു എക്സാമിനേഷനും ഒരു സ്കാൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ നോക്കും. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇവരുടെ പ്രീവിയസ് മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി. അതായത് ഇവരുടെ പ്രഗ്നൻസി എത്ര വീക്സ് ആയപ്പോഴാണ് അബോർഷൻ ആയത്. അപ്പോൾ ആദ്യം ഹാർട്ട് ബീറ്റ് വന്നതിന് ശേഷം പിന്നെ സ്കാനിന് പോയപ്പോൾ ഹാർട്ട് ബീറ്റ് പോയതാണോ, അല്ലെങ്കിൽ ആദ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എല്ലാം നോർമൽ, പെട്ടെന്ന് ഒരു ബ്ലീഡിങ് വന്ന് പോയതാണോ. സോ ഈ മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതിൽ നിന്ന് ആ പോസിബിൾ കോസ് ഓഫ് അബോർഷൻ നമുക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പ് ഇവരുടെ കൗൺസിലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷനായി പോകുന്നത് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും അമ്മയുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അനോമലീസ് കൊണ്ടോ ആവണം എന്നില്ല. സോ നമുക്ക് അവരുടെ ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കും. ആൻഡ് ഓഫ് കോഴ്സ് വീൽ ഇവാലുവേറ്റ് എന്തെങ്കിലും റീസൺ കോസ് ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ അബോർഷന് നമ്മളങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറില്ല. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളും നോർമലി ഒരു കപ്പിൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രീ കൺസെപ്ഷണൽ ഇവാലുവേഷൻ തന്നെ ഇവർക്കും ചെയ്യും. ആൻഡ് ബേസിക്കലി അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ഫോളിക് ആസിഡ് ഒക്കെ കഴിച്ച് അവരെ പ്രഗ്നൻസി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. മെൻ്റൽ ഹെൽത്തും നമ്മുടെ ബോഡി ഹെൽത്തിൻ്റെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കും ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒപ്പം തന്നെ ഗർഭധാരണത്തിന് മുൻപ് ഡയറ്റ് നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായിട്ട് പറ്റും എന്നുകൂടി അറിയണം ഡോക്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കൂടുതലുള്ള ഒരു ന്യൂ ജനറേഷൻ ആണ് നമ്മുടേത്. സോ ഡെഫിനറ്റ്ലി ഡയറ്റിൽ വരേണ്ട മാറ്റം, അതിപ്പം അവർക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കും. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഒബീസിറ്റി ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള കപ്പിളാണെങ്കിലും ഇല്ലെങ്കിലും ഇവർക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്ററി മോഡിഫിക്കേഷനും ഇതിന് മുമ്പായിട്ട് വേണം. ബേസിക്കലി ഡയറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ നാടൻ ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് ഇവർ മാറുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് ഓവത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നിറയെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ആ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. അപ്പം നമ്മുടെ നാടൻ ഭക്ഷണം പക്ഷേ ബാലൻസ്ഡ് ആയിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങി ഒരു നോർമൽ ഡയറ്റിലേക്ക് ഇവർ മാറണം എന്നുള്ളതാണ്. എന്തൊക്കെ ഡയറ്റിൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ വളരെ ഇഷ്ടം പിസ്സ, ബർഗർ, അങ്ങനത്തെ ഈ അൽഫാം, ബാർബിക്യൂ, അങ്ങനത്തെ എല്ലാം ജങ്ക് ഫുഡുകളാണ് ഇവർക്ക് ഇഷ്ടം. അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രയർ 3 months എങ്കിലും നമ്മൾ ഈ ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് ഒരു നോർമൽ ഹെൽത്തി ഡയറ്റിലേക്ക് മാറേണ്ടത് വളരെ ആവശ്യമാണ്. ഇതേ സമയത്ത് വരുന്ന മറ്റൊരു ഡൗട്ട് കൂടിയാണ്, കുറേ പേര് ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെലിവറി ടൈമിൽ സ്ത്രീകൾക്ക് കുറച്ചധികം ഇഷ്ടമുള്ള കാര്യങ്ങളോട്, ഇപ്പോൾ പുളിയുള്ളതിനോട് അല്ലെങ്കിൽ മസാല ദോശയാണ് ഏറ്റവും കൂടുതലായിട്ട് സിനിമകളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജങ്ക് ഫുഡ്സ് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം? ഈ പ്രഗ്നൻസിയിൽ നമുക്ക് കുറേ ക്രേവിങ്സ് നാച്ചുറലി കാണും. അപ്പോൾ അത് ക്രേവിങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം നമുക്കൊരു പിസ്സ കഴിക്കണം തോന്നി, ബർഗർ കഴിക്കണം തോന്നി, നമുക്ക് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അവരുടെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റ്, പെർസിസ്റ്റൻ്റ് ആയിട്ട് അവരെടുക്കുന്ന ഡയറ്റ് ഒരു ബാലൻസ് ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. അല്ലാതെ 100% ക്രേവിങ്സിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം മുഴുവൻ നിരാശയില്ല, ചെറിയ ആശ്വാസമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി പാട്ടിലേക്ക് പോകുന്നത്. അതിനുശേഷം നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. SK ജംഗ്ഷനിലൂടെ തന്നെ 89.6 FM സർഗക്ഷേത്ര.
SK Junction. സർഗക്ഷേത്ര 89.6 FM ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരു ഗർഭകാലത്ത് ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറിയാത്തവർ കൂടുതലായിട്ടും ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള മറ്റൊരു ഡൗട്ടിലേക്ക് പോവാണ്. സപ്ലിമെന്റ്സിനെ പറ്റിയാണ് സംസാരിക്കുക എന്നുള്ളത് കേട്ടോ. ഫോളിക് ആസിഡ് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എപ്പോൾ മുതൽ തുടങ്ങുന്നതാണ് നല്ലത് ഡോക്ടർ? പ്രീ കൺസെപ്ഷനിൽ നമ്മൾ യൂഷ്വലി 2 കാര്യങ്ങളാണ് സപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒന്ന് ഫോളിക് ആസിഡ്, മറ്റത് വൈറ്റമിൻ ഡിയും. ഫോളിക് ആസിഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? അതായത് ഫോളിക് ആസിഡ് നമ്മുടെ ബേബിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റിന്, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്റ്റേജിൽ ബേബിയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫോളിക് ആസിഡ് എസെൻഷ്യലാണ്. സോ അപ്പോൾ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ്. പക്ഷേ നമ്മളുടെ ബോഡി സ്റ്റോർ ഷുഡ് ബി ആഡിക്വേറ്റ്. പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊന്നും മലക്കറിയേ കഴിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി അവരുടെ ഫോളിക് ആസിഡ് സ്റ്റോർ വിൽ നോട്ട് ബി ആഡിക്വേറ്റ് ഫോർ ദാറ്റ് പർപ്പസ്. അതുകൊണ്ടാണ് നമ്മൾ പ്രീ കൺസെപ്ഷനിൽ ഫോളിക് ആസിഡ് എടുക്കണം എന്ന് പറയുന്നത്. ഐഡിയലി 3 months പ്രയർ നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അത് മറന്നുപോയി നമ്മൾ അറിയാതെ ഇവർ പ്രഗ്നൻസി ആയിപ്പോയാൽ അറ്റ്ലീസ്റ്റ് കാർഡ് ടെസ്റ്റ് പോസിറ്റീവായി കിട്ടുമ്പോൾ മുതലെങ്കിലും ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തത് വൈറ്റമിൻ ഡി. നമ്മൾ യൂഷ്വലി മെജോറിറ്റി പേരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. കുറച്ച് മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നു പുരുഷന്മാരിലെ ലഹരിയോടുള്ള ആസക്തി, അഡിക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ സാരമായിട്ട് ബാധിച്ചേക്കാമെന്നില്ല. ശരിക്കും പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഈ ഒരു ശീലങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നത് എന്നുള്ളതെന്ന് നമ്മളെല്ലാ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ മെയിൽ പാർട്ട്ണറോട് ചോദിക്കാറുണ്ട് അവർക്ക് അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത് പലപ്പോഴും അപ്പം പലരും ലാഘവത്തോടെ പറയും ഒക്കേഷണൽ എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഒക്കേഷണൽ എന്ന് പറയുന്നത് എത്ര ഫ്രീക്വൻ്റ് ആണെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ടാവില്ല. പക്ഷേ ഈവൻ ദ ഒക്കേഷണൽ യൂസ് ക്യാൻ അഫക്ട് ദെയർ ഫെർട്ടിലിറ്റി. അതായത് നിരന്തരമായ സ്മോക്കിംഗ് ഉള്ളവർക്കും ആൽക്കഹോളിസം ഉള്ളവർക്കും അവരുടെ സ്പേം ക്വാളിറ്റി ആൻഡ് കൗണ്ട് അതിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ യൂഷ്വലി നമ്മൾ അങ്ങനെ ഒക്കേഷനിലാണെന്ന് അവർ പറഞ്ഞാലും നമ്മൾ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കും. ബിക്കോസ് നിങ്ങളുടെ ഇത് ആ സ്പേമിൻ്റെ കൗണ്ടിനെയും അതിൻ്റെ മോട്ടിലിറ്റിയെയും അതിൻ്റെ മോർഫോളജിയെയും എല്ലാം അഫക്റ്റ് ചെയ്യാം എന്നുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു മെയിലിൽ ഒരു ന്യൂ സെറ്റ് ഓഫ് സ്പേം ഉണ്ടാവാൻ മിനിമം 72 days വേണം. സോ നമ്മൾ ഈ പ്രിപ്പറേഷൻ ഒരു 3 months പ്രയർ പ്രിപ്പറേഷൻ പറയുമ്പോൾ അവരിപ്പോൾ അവരുടെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഒക്കെ ക്വിറ്റ് ചെയ്താലേ 3 months കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ പുതിയ സെറ്റ് ഓഫ് സ്പേംസ് ഹെൽത്തി ആയിട്ടും ക്വാളിറ്റി ഉള്ളതുമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിനാണ് ഈ ഇവാലുവേഷൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും പ്രിപ്പറേഷൻ്റെയും ഇമ്പോർട്ടൻസ് ഫോർ എ മെയിൽ ആ ഭാഗത്താണ് ഉള്ളത്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റിയാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്രയിലൂടെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. ആൻഡ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആവട്ടെ, ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനോട് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ആ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റി നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. ആൻഡ് ഈ കാര്യം നമ്മൾ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു. സോ ഇനി നമുക്ക് അറിയാൻ താല്പര്യമുള്ളത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ശരിക്കും ഭാരം കൂടുതലോ കുറവായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ള സ്ത്രീകൾക്ക്? പ്രീ പ്രഗ്നൻസി അവരുടെ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് തീരെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഒബീസിറ്റി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഒബീസ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ആവാൻ തന്നെ ചിലപ്പോൾ പ്രയാസം ഉണ്ടായേക്കാം. ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ ആയിരിക്കാം. ഈവൻ ഇനി പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഒബീസിറ്റി കാരണം നമുക്ക് ചിലപ്പം റിസ്ക് ഓഫ് അബോർഷൻ കൂടുതലാവാം. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റീസ് വരാൻ, BP വരാനൊക്കെയുള്ള സാധ്യത കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒബീസ് ആയിട്ടുള്ള ഒരു
സ്ത്രീ നമ്മുടെ അടുത്ത് പ്രഗ്നൻസിക്ക് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ വെയിറ്റ് റിഡക്ഷന് തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസും ഡയറ്റ് കൺട്രോളുമായിട്ട് ഒരു വെയിറ്റ് റിഡക്ഷൻ, അവരുടെ ആ ബോഡി മാസ് ഇൻഡെക്സ് അതാണല്ലോ നമ്മൾ നോക്കുന്നത്. ആ BMI ഒരു വിത്തിൻ നോർമൽ റേഞ്ച് ആക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ഇനിയിപ്പം നല്ല മോർബിഡ്ലി ഒബീസ് ആണ്, നമുക്ക് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 10% ഒരു വെയിറ്റ് ലോസ് ഓവർ 3 months അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അവർക്ക് ശരിക്കും അവരുടെ ഓവുലേഷൻ സ്പോണ്ടേനിയസ്ലി നടക്കാൻ തുടങ്ങും. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ഓവം വിൽ ബി ബെറ്റർ. അതുപോലെ തന്നെയാണ് വെയിറ്റ് കുറഞ്ഞതും. ഒരു മിനിമം BMI ഒരു 18 എങ്കിലും, മിനിമം BMI എങ്കിലും ഒരു സ്ത്രീക്ക് വേണം അവരുടെ മെൻസ്ട്രൽ സൈക്കിളും പ്രോസസ്സും നോർമലി നടക്കാനുണ്ട്. വളരെ ലീനായിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം. സോ ഒരു ഐഡിയൽ BMIയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത് പ്രീ പ്രഗ്നൻസി ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും പല അസുഖങ്ങൾക്കായിട്ട്. സോ ഗർഭധാരണത്തിന് മുൻപ് അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് മരുന്ന് എടുക്കുന്നവർ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, അവരുടെ ഡിസീസ് അണ്ടർ കൺട്രോൾ ആണോ, ലൈക്ക് ഇപ്പം തൈറോയിഡ് ആണെങ്കിൽ വെൽ കൺട്രോൾഡ് ആണോ, ഡയബറ്റീസ് വെൽ കൺട്രോൾഡ് ആണോ, എപ്പിലെപ്സിക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ഫിറ്റ്സ് വരാത്ത ടൈം എത്ര നാളായിട്ടുണ്ട്, അങ്ങനെ എവറി ഡിസീസിന് ഡിസീസ് അണ്ടർ കൺട്രോൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. സെക്കൻഡ് തിങ്, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് ഒരു പ്രഗ്നൻസി ആയാൽ സേഫ് ആണോ, പ്രീ കൺസെപ്ഷനിൽ ഈ മരുന്ന് എടുക്കാമോ. പക്ഷെ പല മരുന്നുകളും സേഫ് അല്ല, കാരണം അത് ബേബിക്ക് ചിലപ്പോൾ അനോമലീസ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ അങ്ങനത്തെ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് പ്രീ കൺസെപ്ഷനിൽ കുറച്ചുകൂടെ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷൻ സമയത്ത് ഡിസീസ് അണ്ടർ കൺട്രോളും ആയിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മരുന്നുകൾ എടുക്കുന്നതിനെ പറ്റി അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നത്. ഇനി വാക്സിൻസിനെ പറ്റിയാണ് നമുക്ക് അറിയാനുള്ളത്. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു പാട്ടൊക്കെ കേട്ട് കൂടുതലായിട്ടും ഈ ഒരു കാര്യത്തെ പറ്റി അറിയാനുള്ള മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിജറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്രയിലൂടെ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. എത്രത്തോളം ഈ ഒരു പ്രോസസ്സ് ഡെലിവറിയിലേക്ക് കടക്കുന്ന ഒരു കപ്പിൾ അവർക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു. ഇനി ഈ ഒരു സമയത്ത് വാക്സിൻസിനെ പറ്റിയും നമുക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ഗർഭധാരണത്തിന് മുൻപ് ആ ഒരു പ്രഗ്നന്റ് ലേഡി ഏതൊക്കെ വാക്സിൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്? പ്രഗ്നൻസിയിൽ നമുക്ക് പലതരം ഇൻഫെക്ഷൻസ് വരാം. പക്ഷേ ഇൻഫെക്ഷൻ വന്നാൽ ബേബിയെ 100% ബാധിക്കാൻ സാധ്യത, ബേബിക്ക് ഡിഫക്റ്റ് കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ് റുബല്ല. അതായത് ഏർലി പ്രഗ്നൻസിയിൽ മദറിന് റുബല്ല വന്നാൽ ബേബിക്ക് അത് പ്ലാസൻ്റ വഴി ചെന്ന് ബേബിക്ക് ഡിഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 100% ആണ്. സോ നമ്മളെല്ലാവരും MMRൻ്റെ വാക്സിൻ എടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ലൈഫിൽ അതിന് മുമ്പ് റുബല്ല വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും വാക്സിൻ എടുത്തു എന്ന് വെച്ചാൽ നമ്മൾ 100% പ്രൊട്ടക്റ്റഡ് ആവുന്നില്ല. മാത്രമല്ല നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഈ വാക്സിൻ കൊണ്ടുണ്ടായ നമ്മുടെ ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. സോ പ്രീ കൺസെപ്ഷനിൽ നമ്മൾ കമ്പൽസറി ആയിട്ടും റുബല്ലയെ പറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എന്താ ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും. റുബല്ല ആൻറ്റിബോഡി നമ്മുടെ ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അത് പോസിറ്റീവാണ് എങ്കിൽ അവർ ഓൾറെഡി ഇമ്മ്യൂണാണ്, പ്രശ്നമില്ല. അത് നെഗറ്റീവ് ആണെങ്കിൽ അവർക്കൊരു വാക്സിൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 100% എടുക്കേണ്ട ഒരു വാക്സിനാണ്. ലൈക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു വാക്സിനാണ് റുബല്ല വാക്സിൻ. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ റുബല്ല വാക്സിൻ എടുത്താൽ പിന്നെ 1 month കഴിഞ്ഞേ അവർ പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങിൻ്റെ നീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ്, ചിക്കൻ ബോക്സ്. ഇപ്പോൾ ചിക്കൻ ബോക്സ് നമുക്ക് പ്രഗ്നൻസിയിൽ വന്നാൽ 100% ബേബി അഫക്റ്റഡ് ആവണം, ബേബിക്ക് ഡിഫക്ട്സ് വരണം എന്ന് അർത്ഥമില്ല. ചിക്കൻ ബോക്സ് വന്നു എന്ന് കരുതി നമ്മൾ ഒരിക്കലും MTP ചെയ്ത് കൊടുക്കാറുമില്ല. പക്ഷേ സ്റ്റിൽ ഒരു കുറച്ച് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ചിക്കൻ ബോക്സ് നേരത്തെ വന്നിട്ടില്ല എങ്കിൽ, നമുക്ക് ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ നേരത്തെ എടുത്തിട്ടില്ല എങ്കിൽ ചിക്കൻ ബോക്സ് വാക്സിനും എടുക്കുന്നത് നല്ലതാണ്. യൂഷ്വലി ഈ 2 വാക്സിൻ, റുബല്ല വാക്സിനും ചിക്കൻ ബോക്സ് വാക്സിനുമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. സോ പ്രഗ്നൻസിയിൽ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഹെൽത്തിനെ പറ്റി നമ്മളിപ്പോൾ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഒഫീഷ്യലി കിടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും, അല്ലേ ഡോക്ടർ? ഡെഫിനറ്റ്ലി യെസ്. അതാണല്ലോ നമ്മുടെ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആ കപ്പിൾ മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാര്യം അവരുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ഓവത്തിൻ്റെ ക്വാളിറ്റിയും സ്പേമിൻ്റെ ക്വാളിറ്റിയും അമ്മയുടെ അച്ഛൻ്റെയും ഹെൽത്തിനെ ബേസ് ചെയ്തിരിക്കും. ആ ഹെൽത്ത് എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും അഫക്റ്റ് ചെയ്യും.
അപ്പോൾ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് കഴിവതും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആവുന്നതാണ് നല്ലത്. പക്ഷേ എല്ലാവരും കരിയർ ബിൽഡിംഗ് ടൈമിലായിരിക്കും മിക്കവാറും നമ്മുടെ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതും. സോ 100% അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. ലൈക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ഈ പ്രീ കൺസെപ്ഷണൽ ടൈമിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്ത് ഓഫ് ബോത്ത് പാരൻസ് വിൽ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദി ഓവം ആൻഡ് ദ സ്പേം, ആൻഡ് ഓൾസോ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ ഗർഭിണിയുടെ മെൻ്റൽ സ്റ്റാറ്റസും ആ ബേബിയെ അഫക്റ്റ് ചെയ്യും. ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടൊന്ന് ചില്ലായിട്ട് തന്നെ തിരിച്ചു വന്നാലോ? ഡോക്ടർക്ക് പാട്ടുകൾ ഇഷ്ടമല്ലേ? വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തന്നെ ബാക്കി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചെത്താം. കൂടെയുള്ള തന്നെയും ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ ഡോക്ടർ രശ്മി രാജേന്ദ്രൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി രാജേന്ദ്രൻ ആണ് കേട്ടോ. ഇന്ന് ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. സോ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡൗട്ടുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഡയബറ്റിസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് എന്തൊക്കെ അഡ്വൈസസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? ഇപ്പം നമ്മുടെ ഡയബറ്റിക് ക്യാപിറ്റലായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ പ്രഗ്നൻസി ഇവാലുവേഷൻ അവർ വരുമ്പോൾ അവർ ഡയബറ്റിക് സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യാറുണ്ട്. ബിക്കോസ് പ്രഗ്നൻസി ആവുന്നതിനും അതുപോലെ പ്രഗ്നൻസി ആയാൽ തന്നെയും ഡയബറ്റിസ് കൊണ്ട് നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ നമുക്ക് ബേസിക്കലി വേണ്ടത് പ്രഗ്നൻസിക്ക് മുമ്പ് അവരുടെ ഷുഗർ ഷുഡ് ബി വെൽ കൺട്രോൾ. അതായത് നമ്മൾ അവരുടെ 3 മാസത്തെ ഷുഗർ സ്റ്റാറ്റസ് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. സോ ആ HbA1c വെൽ കൺട്രോൾഡ് ആയിട്ട് അവരൊരു പ്രഗ്നൻസിക്ക് അറ്റംപ്റ്റ് ചെയ്യാവും. അപ്പോൾ അവരിപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഡയറ്റ് കൺട്രോൾഡ് ആയിരിക്കാം, ചിലർക്ക് ഡ്രഗ്സിലായിരിക്കാം, ലൈക്ക് ടാബ്ലറ്റ്സ് ആയിരിക്കാം, ചിലർ ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും. സോ നമ്മൾ അതിന് മുമ്പ് അവരുടെ സ്റ്റാറ്റസ്, അവരുടെ ഗ്ലൈസിമിക് സ്റ്റാറ്റസ് അസസ് ചെയ്ത് അവർക്ക് ടാബ്ലറ്റ് ആണോ വേണ്ടത്, ഇൻസുലിൻ ആണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിനൊപ്പം അവർ ഡയറ്റും എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ ആയിട്ട് ഷുഗേഴ്സിനെ വെൽ കൺട്രോൾഡ് ആക്കിയിട്ട് മാത്രമേ അവർ പ്രഗ്നൻസി ആകാവൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഷുഗേഴ്സ് പിന്നെയും അൺകൺട്രോൾഡ് ആവും. അപ്പം നമുക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഈ ഷുഗറിൻ്റെ ഒരു കൺട്രോൾ വേണം. ബിക്കോസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഷുഗർ ലെവലിൽ പ്രഗ്നൻസി ആവുകയാണെങ്കിൽ ബേബിക്ക് കാർഡിയക് അനോമലീസും അങ്ങനത്തെ അംഗവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രീ കൺസെപ്ഷനിൽ ദ ഡയബറ്റിസ് ഷുഡ് ബി വെൽ കൺട്രോൾ. യൂഷ്വലി ബി പി കാരണം ബേബിക്ക് അനോമലി വരുന്നത് കുറവ്, അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ബി പിക്ക് വേണ്ടി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിരിക്കത്തില്ല. സോ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് അവരുടെ ബി പി വെൽ കൺട്രോൾഡ് ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അത് പ്രഗ്നൻസി സേഫ് അല്ലാത്തതാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് പ്രഗ്നൻസിക്ക് വേണ്ടി സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്ക് മാറ്റി ബി പി വെൽ കൺട്രോൾഡ് ആയിട്ട് വേണം ഒരു പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനിയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാനുണ്ട്, കേൾക്കാനുണ്ട് സർഗക്ഷേത്രയിലൂടെ തന്നെ. സോ ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. ഡോക്ടർ, ശരിക്കും ഒരു ഹെൽത്തി പ്രഗ്നൻസി അത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും ഒരു ഹെൽത്തി പ്രഗ്നൻസിക്കായിട്ട് കപ്പിൾസ് ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? All pregnancy should be planned. Okay, so couples who are planning for pregnancy definitely ഒരു pre-conceptional counseling and evaluation നടത്തണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ 3 ഘടകങ്ങൾ, they should be prepared mentally, physically and emotionally. So physically നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, mentally and emotionally നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അതർവൈസ് നമുക്ക് ബാക്കി മെഡിക്കലി എന്ത് പ്രിപ്പറേഷൻ വേണം എന്ന് ആ pre-conceptional counseling ഒരു ഗൈനക്കോളജിസ്റ്റ് നിങ്ങളെ അസസ് ചെയ്ത് പറഞ്ഞു തരും. So that will help you for having a good preparation before pregnancy. ഇത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി നമ്മുടെ മിറ്റേറയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഒരു ഹോർഡിംഗ് കണ്ടിരുന്നു. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ പറ്റി ഒരു ന്യൂസ് ആയിരുന്നു അതിൽ കണ്ടത്. അതെന്തായിരുന്നു ഉദ്ദേശിച്ചത് ഡോക്ടർ? ആക്ച്വലി പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഞങ്ങളിതൊരു പാക്കേജ് ആക്കി മാറ്റി. ലൈക്ക് അറ്റ്ലീസ്റ്റ് ആ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ വാട്ട് ഈസ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്, എന്താണ് ഇതിൻ്റെ നീഡ്, അല്ലെങ്കിൽ അങ്ങനെ കണ്ട് അവരൊന്ന് അവെയറായി അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പാക്കേജ് ആക്കി മാറ്റിയത്. യൂഷ്വലി നമ്മൾ ഇത് ടെസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റാണ്. ഇതൊരു പാക്കേജിനകത്ത് വളരെ ലിമിറ്റഡ് റേറ്റിലാക്കി ഒരു കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ടൊരു പാക്കേജ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ടു ക്രിയേറ്റ് മോർ അവയർനെസ് ആൻഡ് അവരെ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്.
സർഗക്ഷേത്ര 89.6 FM കുറേയധികം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ദമ്പതികൾ മാത്രമല്ല, ജനറലി ലൈക്ക് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം മാറാൻ പോകുന്ന ഒരു വലിയ പ്രോസസ്സാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെ മുൻകൂട്ടി തന്നെ പ്രിപ്പയർഡ് ആവേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പബ്ലിക് അവയർനെസ്, ഇപ്പോൾ റേഡിയോ പ്രോഗ്രാം പോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാക്കേജസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റുമോ ഡോക്ടർ? ആക്ച്വലി മിറ്റിറ ഹോസ്പിറ്റലിന് ഒരു ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജുണ്ട്. അതിനകത്ത് ഞങ്ങളിങ്ങനെ പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അല്ലാതെ നമുക്ക് പബ്ലിക്കിലേക്ക് എത്താൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പേജ് വിസിറ്റ് ചെയ്ത് നോക്കുക. മിറ്റിറ ഹോസ്പിറ്റലിനുണ്ട്. എൻ്റെ പേര് ഡോക്ടർ രശ്മി. എൻ്റെ പേരിൽ ഞാനൊരു പേജ് ഉണ്ട്. സോ അതിനകത്ത് വളരെ ലോങ് അല്ല, വളരെ 1 മിനിറ്റിനകത്തുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്, വിച്ച് ഇസ് മിയർലി ഞങ്ങൾ അതിന് വേണ്ടി മാത്രമാണ് അവരെ പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നത്. നമുക്കിനി പതുക്കെ ഇന്നത്തെ SK ജംഗ്ഷനിൽ നിന്നും ബൈ ബൈ പറയേണ്ട ടൈം ആയിട്ടുണ്ട്. ഇത്രയും നേരം ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് മിറ്റിറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ രശ്മി രാജേന്ദ്രനാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us കേട്ടോ. കാരണം വളരെ പ്രധാനപ്പെട്ട കുറേയധികം ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഡോക്ടറിലൂടെ നമുക്കും കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കലക്കൻ പരിപാടികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ബാക്കി പരിപാടികളിലൂടെ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഇൻഡു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.